ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 11:30. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുഡിംഗ് വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ രാവിലെ തന്നെ കഴിക്കാനായിട്ട് പൂരിയാണ്. പൂരി എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി പൂരിയാണ് ഗൈസ്. കാരണം നമ്മുടെ റെഡിമെയ്ഡ് ചപ്പാത്തി നാലായിട്ട് കട്ട് ചെയ്ത് എണ്ണയിൽ ചൂടാക്കി എടുത്തേക്കുന്ന നമ്മുടെ ഒരു വെറൈറ്റി പൂരി. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട്. ഇന്നലത്തെ ചൂരക്കറിയുടെ കൂടെയും സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നീട് നമുക്ക് 4 ചപ്പാത്തി ഉണ്ടെങ്കിൽ തന്നെയും അത് 4ആയിട്ട് കട്ട് ചെയ്ത് പൂരിയാക്കി എടുത്തു കഴിയുമ്പോഴത്തേനും ഒരുപാടായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് 2-3 പേർക്ക് കഴിക്കാനായിട്ടും സാധിക്കും. അങ്ങനെ ഞാനും അമ്മയും കൂടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതിലെങ്ങ് ഒതുക്കി. ഇതിന് കോമ്പിനേഷനായിട്ട് നല്ല ചൂട് ചായയായിരുന്നു. പക്ഷേ കട്ടൻ ചായയാണ് ഇതിനായിട്ടും നല്ലത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ തുടങ്ങി. കാരണം ഇന്ന് രാവിലെ തന്നെ ഒരു 11 മണി ആയപ്പോൾ മുതൽ മഴയുണ്ട്. മഴയും കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു അന്നൊരു ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. സാധാ ബ്രെഡ് ഓംപ്ലേറ്റ് അല്ല, എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. എന്തായാലും എനിക്കും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതും കഴിച്ചും മഴയും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് നമ്മൾ ഓർത്തത്, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത് വെച്ചിരുന്ന വരിക്കച്ചക്ക പഴുത്തതുണ്ടല്ലോ, അത് ബാലൻസ് ഇരിപ്പുണ്ടെന്ന്. എന്നാൽ പിന്നെ അതും കൂടെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഒന്നും കൂടെ കഴിച്ചു. അന്നത്തേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കാരണം കുറച്ചും കൂടെ മധുരം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഉച്ചയ്ക്കത്തുള്ള ഊണും കൂടെ കഴിക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്കത്തെ ഊണെന്ന് പറയുന്നത് വെറൈറ്റി ആയിരുന്നു. കാരണം ചക്കക്കൂണ് വെച്ച് നമ്മൾ ഇറച്ചിക്കറിയെ തോക്കുന്നത് വിധം. പിന്നീട് മീൻകറിയും ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ചെറുതായിട്ടൊരു മയക്കവും കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്നത്. ഏത്തയ്ക്കപ്പവും ചായയും. അന്നേരത്തേനും സമയം ഏകദേശം ഒരു 7 മണിയോളമായി. അന്നേരവും നല്ല മഴച്ചാറ്റലുണ്ട്. എന്നാൽ പിന്നെ ഇഞ്ചി ഇട്ട ചായയും അതിനോടൊപ്പം തന്നെ മസാല കപ്പലിൻ്റെയും കഴിച്ച് നമ്മുടെ ഇന്നത്തെ ചായ കൂടി നല്ല ചൂട് ഇഞ്ചി ചായയും നല്ല എരിവുള്ള കപ്പലിൻ്റെയും നല്ല ടേസ്റ്റാണ്. അതൊരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മളാണ്ട് ഈ ഒരു ലേസാണ് കഴിച്ചത്. നല്ല ക്രീമി ടേസ്റ്റായിരുന്നു ഈ ഒരു ലേസിന്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മളൊരു ലോട്ടക്സ് ബിസ്ക്കറ്റാണ് കഴിച്ചത്. അമ്മ ആദ്യമായിട്ടാണ് ബിസ്ക്കറ്റ് കഴിക്കുന്നത്. അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ കുളിച്ച് ഫ്രഷായി വന്ന് നമ്മുടെ ഇന്നത്തെ അത്താഴം അങ്ങ് കഴിഞ്ഞു. അങ്ങനെ അത്താഴവും കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ഫുഡിംഗ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.